പിതൃദർപ്പണത്തിനായി ജനലക്ഷങ്ങൾ ഇന്ന് ആലുവ മണപ്പുറത്തെത്തും. ഇന്ന് അർദ്ധരാത്രി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായി ബലിയിടൽ തുടങ്ങുക. ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന ജനസഞ്ചയത്തെ വരവേൽക്കാൻ ആലുവ മണൽപ്പുറം ഒരുങ്ങി. ജനലക്ഷങ്ങളെത്തുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃകർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കും. വൈകിട്ട് തന്നെ പുഴയോരം ജനനിബിഡമാകും. കുംഭത്തിലെ അമാവാസി നാളായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് തിരക്കുണ്ടാകും. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി അരിഭക്ഷണം കഴിക്കാതെ ഉരുക്കലെടുത്തു വരുന്ന ഭക്തർ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തും. ദേവസ്വം ബോർഡ് ഇതിനായി 116 ബലിത്തറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ആലുവ നഗരസഭ, പോലീസ്, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും ശിവരാത്രി ആഘോഷ പരിപാടികൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും സുപ്രധാനമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ആലുവ മഹാദേവ ക്ഷേത്രം. കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ കണ്ടമാനം വന്ന് കൂടുന്ന ഒരു മഹാശിവരാത്രി ആഘോഷം നടക്കുകയാണ്. ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിത്തറകളുടെ സൗകര്യങ്ങൾ, സുരക്ഷാ സംബന്ധമുള്ള കാര്യങ്ങൾ, എല്ലാ രീതിയിലും വരുന്ന ഭക്തർക്ക് അവരുടെ ആചാരപരമായ രീതിയിൽ ബലികർമാദികൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയത്. 1200ഓളം പോലീസുകാർ ശിവരാത്രി ഡ്യൂട്ടിക്കായി മണപ്പുറത്തുണ്ടാകും. അപകടം സംഭവിച്ചാൽ അടിയന്തര രക്ഷാപ്രവർത്തനം മുൻനിർത്തി നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെയും ഫയർഫോഴ്സിന്റെയും സ്കൂബ ഡൈവിംഗ് ടീമിന്റെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും സേവനം മണപ്പുറത്ത് ലഭ്യമാകും. KSRTC 250ഓളം ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തും. കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സലീം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.